നമസ്കാരം. സഹകരണ മേഖലയിലെ ഇ.ഡി. ഇടപെടലിനെതിരെ UDF, LDF സഹകാരികൾ ഒരുമിക്കുന്നുവെന്ന വാർത്തകൾ വന്നത് 2023-ലാണ്. കോൺഗ്രസ്, CPM തുടങ്ങി ഇരു മുന്നണികളിലെയും പാർട്ടികൾ നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തി കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. സഹകരണ സംരക്ഷണ സമിതി എന്ന പേരിൽ കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു കൂട്ടായ്മ. ഈ കൂട്ടായ്മയെ തകർക്കുന്നതായാണ് ചേവായൂരിൽ നടന്ന സംഭവങ്ങൾ. ഇതോടെ കേരളത്തിലെ സഹകരണത്തിൽ കൂടുതൽ ഇടപെടൽ സാധ്യത ഇ.ഡിയും തേടും. കോൺഗ്രസും CPM ഒരുമിച്ച് ഇ.ഡിക്ക് പിന്നിൽ BJP താൽപര്യം ആരോപിച്ചതോടെയാണ് കേരളത്തിലെ സഹകരണത്തിൽ നിന്നും കേന്ദ്ര ഏജൻസി പിന്മാറിയത്. ചേവായൂരിൽ CPMും കോൺഗ്രസും അടിപിടി കൂടുമ്പോൾ BJPയും സഹകരണത്തിൽ കണ്ണുവയ്ക്കും. ഇടതു പിന്തുണയോടെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി പിടിച്ചെടുത്ത് കോൺഗ്രസ് വിമതരാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ വിമതരുടെ ജനാധിപത്യ സംരക്ഷണ സമിതി മുഴുവൻ സീറ്റുകളിലും വിജയിച്ചു കയറി. ഇതാണ് സഹകരണത്തിൽ CPM കോൺഗ്രസ് കൂട്ടായ്മയെ പൊളിക്കുന്നത്. സഹകരണ സംരക്ഷണ സമിതി ഇതിനൊരു നിമിത്തമായി എന്നതാണ് വസ്തുത. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത നടപടികളിലേക്ക് കടന്നതിന് പിന്നാലെ മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇ.ഡി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും ഇ.ഡി. കടന്നു. ഇതിന് പിന്നാലെയാണ് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന UDF, LDF ബാങ്കുകളും സംഘങ്ങളും കേന്ദ്ര ഏജൻസിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഒരുമിച്ചത്. കോൺഗ്രസ് നേതാവ് GC പ്രശാന്ത് കുമാർ ചെയർമാനും കൺസ്യൂമർ ഫെഡ് ചെയർമാനും CPM നേതാവുമായ M മെഹബൂബ് കൺവീനറുമായുള്ള സഹകരണ സംരക്ഷണ സമിതിയാണ് രൂപീകരിച്ചത്. എന്നാൽ ഈ സംരക്ഷണ സമിതി കോൺഗ്രസിന് നൽകിയത് വൻ നഷ്ടമാണ്. ഈ ചർച്ചകൾ പ്രശാന്ത് കുമാറിനെ CPMുമായി അടുപ്പിച്ചു. അങ്ങനെ കോൺഗ്രസിന് ചേവായൂർ നഷ്ടമായി. CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ BJP ഒഴികെയുള്ള പാർട്ടികൾ നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളാണ് കൂട്ടായ്മയിലുണ്ടായിരുന്നത്. ഈ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസുകാരനായ പ്രശാന്തിന് വിട്ടുകൊടുത്ത CPM തന്ത്രമാണ് ചേവായൂരിനെ ഇടതുപക്ഷത്ത് എത്തിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ കൂട്ടായ്മയിൽ നിന്നും പുറത്തു വരുന്നതും ചേവായൂരിനെ സാമ്പത്തികമായി തകർക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും. ചേവായൂരിൽ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. വോട്ട് ചെയ്യാനെത്തിയ 5000-ഓളം പേരെയാണ് ആട്ടി ഓടിച്ചത്. കള്ളവോട്ട് ചെയ്യാനെത്തിയ 3000-ഓളം ക്രിമിനലുകളെ ഉപയോഗിച്ച് പോലീസിന്റെ സഹായത്തോടെയാണ് വോട്ട് ചെയ്യാനെത്തിയവരെ ആക്രമിച്ചത്. ക്രൂരമായ മർദ്ദനമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും വോട്ട് ചെയ്യാനെത്തിയവർക്കും നേരെയുണ്ടായത്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് തൊട്ടു മുൻപാണ് UDF നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്നത്. സഹകരണ രംഗത്ത് ഈ സർക്കാർ നൽകുന്ന എല്ലാ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. അതായത് ഇ.ഡി. പേടിയിൽ കോൺഗ്രസും CPMും ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മ പൊളിയുകയാണ്. കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ സഹകരണ വകുപ്പുണ്ട്. ഇത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിയന്ത്രണത്തിലാണുള്ളത്. ഈ വകുപ്പിനി കേരളത്തിൽ എടുക്കാൻ പോകുന്ന ഓരോ തീരുമാനവും നിർണായകവുമാകും. ഒരു കാര്യത്തിലും സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് പ്രവർത്തിക്കില്ല. ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായവരുടെ നിക്ഷേപങ്ങൾ തുടരണമോ എന്ന് പാർട്ടി ഗുരുതരമായി ആലോചിക്കും. പത്തനംതിട്ടയിൽ 18 മുതൽ 21 ബാങ്കുകൾ വരെയാണ് CPM പിടിച്ചെടുത്തത്. ആ ബാങ്കുകൾ സാമ്പത്തിക പ്രയാസത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. സർക്കാരിന് വേണ്ടാത്ത സഹകരണ ബാങ്കും സഹകരണ ജനാധിപത്യവും ഞങ്ങൾക്ക് എന്തിനായിരുന്നു? കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകൾ ഒന്നായിരുന്ന തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് പിടിച്ചെടുത്തത്. ഇന്ന് എന്താണ് ആ ബാങ്കിന്റെ സ്ഥിതിയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്നും കൈവിട്ടു പോകുന്ന ബാങ്കുകളിലെ നിക്ഷേപം പിൻവലിക്കും. ഇതോടെ വരുമാനം കുറയും. നിക്ഷേപം കൂട്ടത്തോടെ പിൻവലിക്കുമ്പോൾ അത് സഹകരണ ബാങ്കിനെ തകർക്കുകയും ചെയ്യും. ചേവായൂരിൽ BJPയുടെ സ്ഥാനാർത്ഥികളടക്കം 31 പേർ മത്സരിച്ചിരുന്നു. ആകെ 32,403 വോട്ടർമാരിൽ 8,743 പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിനിടയിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടുകൾ ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഔദ്യോഗിക പാനലിലെ സ്ഥാനാർത്ഥികൾ 3,298-നും 3,547-നും ഇടയിലുള്ള വോട്ടുകൾ നേടിയപ്പോൾ വിമത വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾ 4,524-നും 4,707-നും ഇടയിലുള്ള വോട്ട് നേടി. പറയഞ്ചേരി GBHSS ഈ സ്കൂളിലെ 23 ബൂത്തുകളാണ് രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ വോട്ടെടുപ്പ് നടന്നത്. നിലവിലെ ഭരണസമിതി ഉൾപ്പെടുത്തിയ വോട്ടർമാർക്ക് വേണ്ടി കോടതി നിർദ്ദേശപ്രകാരം ഇതിൽ 3 ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു.
ഏറെ കാത്തിരിപ്പിനൊടുവിൽ രാത്രി 8 മണിയോടെ വരണാധികാരിയായുള്ള വിജീഷ് കുമാർ ഫലപ്രഖ്യാപനം നടത്തി. ശേഷം നടന്ന ഭരണസമിതി യോഗത്തിൽ GC പ്രശാന്ത് കുമാർ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 മുതൽ തുടർച്ചയായി 5ാം തവണയാണ് ഇദ്ദേഹം ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. വൈസ് ചെയർമാനെ പിന്നീട് തെരഞ്ഞെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചേവായൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തുടക്കം വെച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ സഹകരണ ബാങ്ക് സംവിധാനത്തെ എന്തായാലും ചേവായൂരിലെ പ്രതിസന്ധിയും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലവിലെ നിലപാടുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അതിൻ്റെ ഭാവി ഉണ്ടാവുക.